അപ്പൊ എന്താണെങ്കിലും അഖിൽ സാർ ഉയിര് എന്ന ടോപ്പിക്കിന്റെ ഉത്തരം പറയണ്ടേ. ആക്ച്വലി എന്താണ് നിങ്ങൾ ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ആൻസർ പറയണ്ടേ ഞാനല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൂഗിൾ EKM വ്ളോഗ്സ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ അഖിൽ സാർ ഉയിര്, അക്ക ഉയിര് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതാണ്. ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്ന കമൻ്റാണ്. ടോപ്പിക്ക് ഫുക്രു വേഴ്സസ് FFC എന്നായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാനൊരു 10 സെക്കൻഡിന് താഴെ മാത്രമാണ് അഖിൽ സാർ എന്നുള്ളൊരു പേര് പരാമർശിച്ച്. വീഡിയോയുടെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അഖിൽ സാർ ഉയിര്, അഖിൽ സാർ മാത്രം കമന്റ് സെക്ഷനിൽ. അപ്പോൾ ഞാൻ ഓർത്തു, ഇതാരാണ് അഖിൽ സാർ, പുള്ളിനെ കുറിച്ച് വീഡിയോ ചെയ്യാന്നുള്ളൊരു സംഭവം മനസ്സിൽ വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളി, അതായത് അഖിൽ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ പുള്ളിനെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ ഒരു 2 ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോരെ. ആ വീഡിയോ കണ്ടില്ലേ? ഈ വീഡിയോയ്ക്ക് ശേഷം മച്ചാനെ ട്രോളി നശിപ്പിച്ച് കളഞ്ഞു. ഫുള്ള് ട്രോളായിരുന്നു. യൂട്യൂബ് എടുത്ത അഖിൽ സാറിന്റെ ട്രോള്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി ആരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് അറിയാമെന്നോർത്ത് ഞാൻ യൂട്യൂബ് നോക്കി, ഫേസ്ബുക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് അഖിൽ സാർ എന്നുള്ള പുള്ളിയുടെ പേര് അഖിൽ ബാബു എന്നാണ്. പുള്ളി കൊല്ലത്താണ്, കൊല്ലം തട്ടാമ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് പുള്ളി ജനിച്ച് വളർന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടിയെന്നൊക്കെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. അതും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കണ്ടാണ്. പിന്നെ പുള്ളി ഏകദേശം 25 വയസ്സൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗൾഫിലെന്തോ ആണ്, അങ്ങനെ എന്തോ ജോബാണ് ചെയ്യണത്. അപ്പോൾ ഒമർ ലുലു അതിൻ്റെ ഇടയ്ക്ക് പുള്ളിനെ പിടിച്ച് സിനിമയിലേക്ക് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ പുള്ളി ജോലി തിരക്കായതുകൊണ്ട് റിജക്റ്റ് ചെയ്തെന്നൊക്കെ അറിയാൻ പറ്റിയത്. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ എന്താണെന്ന് അറിയാൻ പാടില്ല. മച്ചാൻ കയറി അങ്ങ് വൈറലായി. കുറേ വീഡിയോസൊക്കെ കയറി പടപടാന്ന് വൈറലായി. ഫോളോവേഴ്സ് ഉണ്ടായി, കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. അപ്പോൾ അതിനകത്താണ് പുള്ളി ഭയങ്കര ഇന്നസെൻ്റ് ആണെന്നുള്ള സംഭവം നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പോരെ. ഓക്കെ, എൻ്റെ പേര് അഖിൽ. ഇപ്പോൾ ടിക്ടോക്ക് എന്ന ആപ്സിലൂടെ വന്ന് എൻ്റെ വീഡിയോസിൽ ഇത്രയൊക്കെ ഫേമസ് ആക്കി തന്ന എൻ്റെ എല്ലാ മച്ചന്മാർക്കും, അനിയത്തി കുട്ടികൾക്കും ചേച്ചിമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ട്രോളർമാരോടും പ്രത്യേകിച്ചൊരു നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ട്രോൾ ചെയ്താണ് എനിക്ക് നല്ല സുഹൃത്തുക്കളായിട്ടുള്ള മച്ചാന്മാരുടെ മുമ്പിൽ എൻ്റെ വീഡിയോ നിങ്ങൾ എത്തിച്ചു തന്നത്. അതിൽ ഒരുപാട് എനിക്ക് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ ട്രോൾ ചെയ്താലും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം നിങ്ങൾ ട്രോൾ ചെയ്താണല്ലോ എന്നെ ഇപ്പോൾ ഇത്ര വീഡിയോസിൽ മച്ചാന്മാരുടെ മുമ്പിൽ എന്നെ എത്തിച്ചത്. നല്ലവരായ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നിങ്ങളെ എത്തിച്ചു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടില്ലേ? ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആളുകൾക്ക് മനസ്സിലായി പുള്ളി ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഫാൻസും ഒരുപാട് ഫോളോവേഴ്സും കയറി പുള്ളി വീഡിയോസ് കയറി പടപടാന്ന് വൈറലായി. പുള്ളിക്ക് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ തീവ്രത മനസ്സിലായത് ഞാൻ യാദൃശ്ചികമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സംഭവം ബിഗ് ബോസിൻ്റെ സീസൺ 2 വരുന്നു എന്നുള്ളൊരു ലാലേട്ടൻ്റെ മറ്റേ ഈ ഫോട്ടോ വെച്ചിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് ആരെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ഏത് സെലിബ്രിറ്റിയാണ് സജസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. തുറന്നപ്പോൾ കണ്ട സംഭവം പറയണില്ല, നിങ്ങളത് കണ്ടിട്ടോ. അപ്പോൾ എന്താണെങ്കിലും അഖിൽ സാർ ഉയിര് എന്ന ടോപ്പിക്കിന്റെ ഉത്തരം പറയണ്ടേ. ആക്ച്വലി എന്താണ് നിങ്ങൾ ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ആൻസർ പറയണ്ടേ ഞാനല്ല. അഖിൽ സാറിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാണ്ട് ലൈക്കും ഷെയറും ഒന്നും ചെയ്തില്ലെങ്കിലും വീഡിയോയുടെ അടിയിലൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ടാണ് അഖിലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അഖിൽ സാറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കമന്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ മറക്കാതെ കമന്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.